ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വാർത്തയിലേക്കാണ്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും പണം കണ്ടെത്തുന്നതിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും സുപ്രീം കോടതി പുറത്തുവിട്ടു. ഡൽഹി പോലീസ് കമ്മീഷണർ സഞ്ജയ് അറോറ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായയ്ക്ക് കൈമാറിയ ദൃശ്യങ്ങളും ചിത്രങ്ങളുമാണ് പുറത്തുവിട്ടത്. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് ഡൽഹി ഹൈക്കോടതി CF ജസ്റ്റിസ് DK ഉപാധ്യായ ആവശ്യപ്പെട്ടു. എന്നാൽ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്നാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ നിലപാട്. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പ്രസ്താവന നടത്തിയേക്കും. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും അന്നത്തെ ദൃശ്യങ്ങൾ. ये भी लिया महात्मा गांधी में आग लग रही है भाई मौलिया ये भी लिया बेटा. കൂടുതൽ വിവരങ്ങളുമായി ബി ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലഗോപാൽ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വാദങ്ങളെല്ലാം തന്നെ പൊളിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സുപ്രീം കോടതി പുറത്തുവിട്ടിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും ജയലക്ഷ്മി, ഈ ദൃശ്യങ്ങളിൽ തന്നെ ഇതിൽ അതായത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ നേരത്തെ പറഞ്ഞിരുന്ന വാദങ്ങളിൽ സംശയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഡൽഹിയിലെ തുഗ്ലക് ക്രസന്റിലെ 30-ാം നമ്പർ വസതിയിലാണ്. ഈ വസതിയിലാണ് കഴിഞ്ഞ ഹോളി ദിവസം രാത്രി 11:30 ഈ സംഭവം, ഈ തീപിടുത്തമുണ്ടാകുകയും തുടർന്ന് നാടകീയമായ സംഭവങ്ങൾക്കും മറ്റും ഈ വേദിയാകുകയും ചെയ്തിരിക്കുന്നത്. ഈ വസതിയുടെ പിൻഭാഗത്തുള്ള ഔട്ട് ഹൗസിലെ സ്റ്റോർ റൂമിലായിരുന്നു ഈ തീപിടുത്തം ഉണ്ടായത്. തുടർന്ന് എത്തിയ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരും പോലീസും തീ അണയ്ക്കുന്നതിനിടയിലാണ് ഈ കെട്ടുകണക്കിന് പണം അവിടെ കാണുകയും അത് കത്തിക്കരിഞ്ഞ രീതിയിൽ കാണുകയും ഒക്കെ ചെയ്യുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ അല്പസമയം മുമ്പ് സ്ക്രീനിൽ കണ്ടുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുകയും ജസ്റ്റിസ് യശ്വന്ത് വർമ്മയോട് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ഈ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇതിലിപ്പോ നമ്മൾ ആ വിഷ്വൽസിൽ കാണാൻ സാധിക്കും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് അവിടെ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞിരുന്നത് അവരുടെ ആ റിപ്പോർട്ടിൽ ഇല്ല എന്നൊരു വാദം കൂടി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായും ആ വാദത്തിൽ നിന്ന് ഡൽഹിയിലെ ഫയർഫോഴ്സ് മേധാവി പിന്നീട് പിന്മാറുകയാണ് ഉണ്ടായിരിക്കുന്നത്. ആദ്യം വാർത്താ ഏജൻസിക്ക് നൽകിയ സൗണ്ട് ബൈറ്റിൽ ഡൽഹിയിലെ ഫയർഫോഴ്സ് മേധാവി പറഞ്ഞിരുന്നത് ഈ തുഗ്ലക് റോഡിലെ 30-ാം നമ്പർ വസതിയിൽ ഉണ്ടായ തീപിടുത്തം അണയ്ക്കാൻ വന്ന ഉദ്യോഗസ്ഥർ ഒരു തരത്തിലുള്ള ഈ നോട്ടുകെട്ടുകൾ കത്തുന്നതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്നതായിരുന്നു. പക്ഷേ ജയലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഈ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരിക്കുന്ന ദൃശ്യങ്ങളിൽ ഈ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരാണ് ഈ തീ അണയ്ക്കാൻ വേണ്ടി, അതായത് ഈ നോട്ടുകെട്ടുകളുടെ തീ അണയ്ക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് നമ്മൾ കണ്ടത്. ഇന്നലെ ചില മാധ്യമങ്ങൾക്ക് നൽകിയ സൗണ്ട് ബൈറ്റിൽ ഡൽഹി ഫയർഫോഴ്സ് മേധാവി തന്റെ മുൻ വാദം മുൻ നിലപാട് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വലിയ തോതിലുള്ള ദുരൂഹതകൾ ഉയർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ സംഭവം നടക്കുന്ന സമയത്ത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയും അദ്ദേഹത്തിന്റെ ഭാര്യയും ഭോപ്പാലിലായിരുന്നു. മകളും അതുപോലെ തന്നെ അമ്മയും മാത്രമായിരുന്നു ഈ സമയത്ത് ഈ ഔദ്യോഗിക വസതിയിലുണ്ടായിരുന്നു. ഒപ്പം അദ്ദേഹത്തിന്റെ ഈ ഔദ്യോഗിക വസതിയിലെ ജീവനക്കാരുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരെ ആരും തന്നെ ഈ ദിവസം, അതായത് ഈ തീ കത്തിയ ദിവസം, തീപിടുത്തം ഉണ്ടായ ദിവസം അവർക്ക് ആർക്കും തന്നെ ഈ പണം കത്തിയതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളോ ചിത്രങ്ങളോ അതിന്റെ അവശിഷ്ടങ്ങളോ ഒന്നും തന്നെ കാണിച്ചു നൽകിയിരുന്നില്ല എന്നാണ് യശ്വന്ത് വർമ്മ നൽകിയിരിക്കുന്ന മൊഴിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കാരണം പിന്നീട് ഡൽഹി പോലീസ് മേധാവി സഞ്ജയ് അറോറ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ DK ഉപാധ്യായയ്ക്ക് നൽകിയ ദൃശ്യങ്ങൾ കാണുമ്പോഴാണ് താൻ ഇതേ സംബന്ധിച്ച് അറിയുന്നതെന്നാണ് ഈ യശ്വന്ത് വർമ്മ പറയുന്നത്. യശ്വന്ത് വർമ്മ പറയുന്ന അതേപോലെ തന്നെ ഇദ്ദേഹം ഉന്നയിക്കുന്നത് ഇപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ദൃശ്യങ്ങൾ കാണിച്ചില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ പ്രധാനമായിട്ടും യശ്വന്ത് വർമ്മ ഉന്നയിക്കുന്ന ഇതൊരു ഗൂഢാലോചനയാണ് എന്ന് പറയാൻ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ എന്തൊക്കെയാണ്? 2024 ഡിസംബറിൽ യശ്വന്ത് വർമ്മയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ചില പോസ്റ്റുകളും മറ്റും ഉണ്ടായിരുന്നു. ആ പോസ്റ്റുകളിൽ അദ്ദേഹത്തിന്റെ ഇമേജിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് യശ്വന്ത് വർമ്മ ഇത് പറയുന്നത്. അതിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ എന്നാണ് യശ്വന്ത് വർമ്മ പറയുന്നത്. പക്ഷേ ഇതൊന്നും എത്രത്തോളം മുഖവിലേക്ക് എടുക്കാൻ വേണ്ടി കഴിയുമെന്ന കാര്യം വ്യക്തമല്ല. കാരണം ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ഇതിന്റെ രേഖകളും ദൃശ്യങ്ങളും ഒക്കെ പോലീസ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാർലമെന്റിൽ ഇതുമായി
ബന്ധപ്പെട്ട പ്രസ്താവനയ്ക്ക് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നു എന്നതാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവന നടത്തുന്നതായിരിക്കും. ആ പ്രസ്താവനയിൽ അമിത്ഷാ എത്രത്തോളം കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ അന്വേഷണം ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട്. മലയാളിയായ ജസ്റ്റിസ് അനു ശിവരാമൻ ഉൾപ്പെടെ 3 ജഡ്ജിമാരാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കുന്നത്. ആ അന്വേഷണം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ സെൻട്രൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരുടെയും CRPF ഉദ്യോഗസ്ഥരുടെയും ഒക്കെ വിശദാംശങ്ങൾ കൈമാറുവാൻ വേണ്ടി ഡൽഹി ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ നമുക്ക് കാണാം ഈ സെൻട്രൽ CRPFന്റെ സുരക്ഷയാണ് ഉള്ളത്. സാധാരണഗതിയിൽ ഡൽഹി ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ഒക്കെ ജഡ്ജിമാരുടെ ഔദ്യോഗിക വസതിയിൽ ഈ CRPFന്റെയും ഡൽഹി പോലീസിന്റെയും സുരക്ഷയാണ് ഉള്ളത്. ഈ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ സുരക്ഷ ജോലിയിൽ ഉണ്ടായിരുന്നവരുടെ മുഴുവൻ പട്ടികയും കൈമാറുവാൻ വേണ്ടി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ബാലു, എന്തായാലും യശ്വന്ത് വർമ്മയ്ക്കെതിരായി അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ഗൂഢാലോചനയാണോ ഇത് എന്ന കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള ദൃശ്യങ്ങളാണ് സുപ്രീം കോടതി പുറത്തുവിട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും പണം കണ്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ബി ബാലഗോപാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.